ഓക്കെ ഗൈസ്, ആസ് യൂഷ്വൽ നമ്മൾ രാവിലെ തന്നെ ചൂണ്ടയുടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ലൂർ ഫാക്ടറിയുടെ ഒരു പുതിയ ഫ്രോഗ് എടുത്തിട്ടുണ്ട്. അതുമായിട്ട് വന്നേക്കുന്നത് നമ്മുടെ 5-6 ഫ്രണ്ട്സും ഉണ്ട്. നമ്മുടെ കോ ആംഗ്ലേഴ്സൊക്കെ ഇവിടെ അവിടെ ഇവിടെ എല്ലായിടത്തും നിന്ന് അറിയാറുണ്ട്. നമ്മൾ ഈ പാടം മൊത്തം ഇവിടെ നിന്ന് പിടിക്കാൻ പോണത്. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അടിച്ചാ മീനോക്കളി അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കരയെ കൊണ്ടുവന്ന് വിളിച്ച് ഫസ്റ്റ് വരാൽ അടിച്ചിട്ടുണ്ട്. നല്ല സൈസ് വരാലാണ്. അടിച്ചുണ്ടാക്കി കയറിയല്ലേ. കറക്റ്റാ നമ്മുടെ റോഡിന്റെ ഹാൻഡിൽ അത്രയുണ്ട്. സെറ്റ് സാധനം. ഗ്രിപ്പറിന്റെ ഹുക്ക് റിമൂവ് ചെയ്യാം. ഹുക്കപ്പ് ഇങ്ങനെ ഹുക്കപ്പ് പക്ക ഹുക്കപ്പാണ്. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല. കറക്റ്റ് നോക്കിലാണ്ട് പോയി കഴിക്കുന്നത്. ഹുക്ക് റിമൂവ് ചെയ്തിട്ട് കാണിക്കുക. അൺകുക്ക് ചെയ്ത് നമ്മൾ ഗ്രിപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ സൈസ് സാധനം അത് കഴിക്കണമെങ്കിൽ അത് കുഴപ്പമില്ല. അത് നല്ല സ്പോട്ടാ. അവിടെ നേരത്തെ പറഞ്ഞിട്ടിരിക്കുന്നു. അടിയൊന്ന് അടിച്ചാ ഓടാ. മറ്റേ ഇത് കയറി ചുറ്റിപ്പോയി. എടാ ഒരു ചെറുത് അത് തിരിച്ചു കളഞ്ഞേക്ക്. ഞങ്ങളങ്ങനെ മീൻ വിടാറില്ല. പെർമിഷൻ ചോദിച്ചിട്ടേ വിടാവുള്ളൂ. നമ്മൾ ചെറുതനത്തിൽ റിലീസ് ചെയ്യാൻ പോയാണ്. വലുതായി നമുക്ക് പിന്നെ ഒന്ന് പിടിക്കാം. ഒരു കിലോ അങ്ങോട്ട് വിട്ടേ. മേല ചൂണ്ട പിടിക്കലെന്ന് പറഞ്ഞ സ്പോട്ടായിട്ട് ഇവിടുന്ന് പ്ലാസ്റ്റ് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അടി കിട്ടി മോനെ. കാട്ടിലായി നമുക്ക് മൂന്നാമത്തെ വരാനെ കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിനോദി എണ്ണ അടിച്ചേക്കുന്നത് ഏകദേശം മീഡിയം സൈസ് വരാലാണ്. നമ്മളൊന്ന് ഗ്രിപ്പറിലാക്കി. ഹുക്ക് വരാൻ നല്ലോണം പാടുപെട്ടു. ബ്രാവോടെ ഹുക്കായിരുന്നു. ബ്രാവോടെ ഫ്രോഗായിരുന്നു. കയറിയിട്ട് അനങ്ങണില്ല അതിനകത്ത്. അത് മാത്രമല്ല കേട്ടാ, സംഭവം എന്നാന്നറിയോ, ഇവനെ ഗ്രിപ്പർ എടുക്കാതെ വന്നു വെച്ചാണ് ഹുക്ക് ഊരാൻ താമസമെന്ന് പറഞ്ഞത്. ഗ്രിപ്പർ ഉണ്ടെങ്കിൽ ഹുക്ക് ഊരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ അടിയോ അടിയോ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം കണ്ടോ? അടിപ്പം സ്ഥലമില്ലേ? നല്ല മഞ്ഞ പൂക്കളും സൈഡിൽ പാടവും. അതെ, ഭയങ്കര കാടൊക്കെ പിടിച്ച് ഒരു ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലമാണ്. ഇനി ഇവിടെ നമുക്ക് തോടിൻ്റെ നടക്കൂടിയിൽ വഴിയുണ്ട്. ആ വഴി കൂടി പോവാം. അടുത്ത് നമുക്ക് പാമ്പുണ്ടെന്ന് നോക്കണം. പാമ്പ് നമുക്ക് ശീലം മീനെ കിട്ടിയാൽ മതി. അതെ, പുതിയൊരു അധോലോക ഫിഷർമാനാണ്. അവിടെ മുഖം കാണിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഗൈസ്, സാഡ്ലി ഏറ്റവും വലിയ മീൻ അടിച്ചത് നമുക്ക് കിട്ടിയിട്ടില്ല. വീഡിയോ കിട്ടിയിട്ടില്ല. അവിടെ പിള്ളേർക്കാണ് അടിച്ചത്. അതെ, നമ്മുടെ ക്യാമറമാൻ വേറെന്താ പരിപാടിക്ക് പോയതാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മീനെ കാണാമല്ലോ. നമ്മളെ പിടിച്ച ഫ്രഷാണ്. ഇപ്പോൾ പിടിച്ചുള്ളൂ. നമ്മൾ മീൻ അടിച്ച് ഫിന്നൊക്കെ നിവർത്തിരിക്കുകയാണ്. നല്ല നൈസ് ഹൂക്കപ്പൊക്കെ ആയിരുന്നു. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ നിൽക്കാൻ പറഞ്ഞ ഇവിടെ റെക്കോർഡ് ചെയ്തത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. ഹെവി സാധനം ഇത്ര നേരം പിടിച്ചത് ഏറ്റവും വലുതാണ്. നമ്മുടെ പിള്ളേർക്കാണ് കിട്ടിയത്. മെസ്സിക്കാണ് കിട്ടിയത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്ക് 3-4 വരാനെല്ലാം കിട്ടി. നമ്മൾ അതിനൊക്കെ നമ്മുടെ പിള്ളേർ കൊടുത്തു. ഇനി നമ്മൾ വീട്ടിൽ തിരിച്ച് പോയാണ്. നമ്മുടെ റോഡൊക്കെ പാക്ക് ചെയ്തു.
എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറയും സാധനം എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പാടൊക്കെ എടുത്ത് അവരവിടെ നിന്നിട്ടുണ്ട്. നമുക്ക് ടൈമില്ല പോകണം. അതുകൊണ്ട് നമ്മൾ സൈനിങ് ഓഫ്.